ഹലോ, ഞാൻ റംലത്ത്, റിട്ടയർഡ് പ്രധാനാധ്യാപിക. 34 വർഷം അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ 18 വർഷം പ്രധാനാധ്യാപികയായും ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം ആയ ഈ ദിവസം 1961 മുതൽ അധ്യാപക ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രപതിയിലുപരി ഏറ്റവും മികച്ച ഒരു അധ്യാപകൻ ആയിരുന്നു. അധ്യാപന ജോലി എന്ന് പറഞ്ഞാൽ മറ്റേതൊരു ജോലിയേക്കാളും മഹത്തരമായതും വളരെയധികം ഉത്തരവാദിത്വമുള്ളതുമായ, അതായത് നമ്മുടെ സമൂഹത്തിനോട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടുന്ന ഒരു ജോലിയാണ് അധ്യാപനം. മുമ്പൊക്കെ പറയായിരുന്നു കുട്ടികളെ വാർത്തെടുക്കുക. വാർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അത് ഉറപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് ആ വാർക്കുക എന്നുള്ള വാക്ക് മാറ്റി വളർത്തുക എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം കുട്ടികളെ നല്ല പൗരനായിട്ട് വാർക്കലല്ല, വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. അവരുടെ വളർച്ച എന്നും നിൽക്കുന്നില്ല. ഏത് പ്രായത്തിലും അവർ മരണം വരെ നമ്മളുടെ ആ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാകാനുള്ള കാര്യങ്ങൾ പഠിച്ച് വളർന്നുകൊണ്ടേയിരിക്കണം. അതവർക്ക് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കിട്ടുന്ന ആ നല്ല സന്ദേശങ്ങളും കാര്യങ്ങളും തന്നെയാണ് ആ കുട്ടിയുടെ മനസ്സിൽ ഏത് കാലവും നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ നല്ലൊരു സമൂഹത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ വരുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് അധ്യാപകർ തന്നെയാണ്. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഒപ്പമോ കുടുംബങ്ങളുടെ ഒപ്പമോ അല്ല. ആ കുട്ടിയുടെ നല്ല സമയം, ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടീൻ്റെ എല്ലാവിധ കഴിവുകളും, അതേപോലെ ആ കുട്ടിയുടെ സന്തോഷവും, എന്തിലാണ് ആ കുട്ടിക്ക് സന്തോഷമുള്ളത്, എന്തിലാണ് ആ കുട്ടിക്ക് സങ്കടമുള്ളത് എന്നൊക്കെ അറിയാൻ ഒരു അധ്യാപകനാണ് കഴിയുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിക്ക് വേണ്ട പ്രചോദനവും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ആ കുട്ടിക്ക് വേണ്ട സഹായവും പിന്തുണയും ഒക്കെ നൽകേണ്ടത് ഒരു അധ്യാപകൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടിയുടെ സ്വഭാവം, കഴിവ്, ഭാവി എന്നിവയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഒരു അധ്യാപകനുള്ള പങ്ക് കുറച്ചൊന്നുമല്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പഠനകാലങ്ങളൊക്കെ ആലോചിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്നും നമുക്ക് ഓർത്താൽ ഇന്നും അവരെ കാണണം എന്ന് തോന്നുന്ന, അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിക്കുന്ന പല അധ്യാപകരും നമ്മുടെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ചില വിഷയങ്ങളോട് നമുക്ക് ഏറ്റവും വെറുപ്പ് വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ചില കാര്യങ്ങളോട് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടാവും. അതും ഓരോ അധ്യാപകരുടെ സ്വഭാവം കൊണ്ടോ അവരുടെ രീതികൾ കൊണ്ടോ ഓരോ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ അധ്യാപനം എന്ന ജോലി തിരഞ്ഞെടുത്ത ഓരോരുത്തരും ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ഓർക്കുന്ന രീതിയിൽ നമുക്ക് അവരോട് പെരുമാറാനും അവരെ വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് കഴിയണം. ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ അംഗീകാരം എന്നത് ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അറിവ് പകർന്നു കൊടുത്തവർ, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, അതുൾപ്പെടുന്ന സമൂഹം എന്നെന്നും ആ അധ്യാപകനെ അധ്യാപികയെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ അധ്യാപികക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. എനിക്ക് ഈ അധ്യാപക ജോലി അല്ലെങ്കിൽ ഈ ഒരു മേഖല തിരഞ്ഞെടുത്ത ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ
സർവീസിൽ നിന്നും ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്നും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടിയും നമ്മുടെ കുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ കുട്ടിയാണെന്ന് കരുതിക്കൊണ്ട് ആ കുട്ടികളോട് ഇടപഴകുകയും അവരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൽ നിന്ന് എന്ന് അത്തരം ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ അധ്യാപന ജോലിയോട് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയല്ല എന്ന് നമുക്ക് തോന്നിത്തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആ അധ്യാപന ജോലി അവസാനിപ്പിക്കുകയാണ് ഏറ്റവും ഉചിതം. ഈ അധ്യാപക ദിനത്തിൽ ഈ അധ്യാപനം എന്ന തൊഴിൽ സ്വീകരിച്ച എല്ലാവർക്കും നല്ല ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകനാവട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു.